ശരിക്കും ഈ കൊച്ചി നഗരത്തിന്റെ ഈ ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് കാണുമ്പോൾ ശരിക്കും ഒരു മുംബൈ മോഡൽ തന്നെയായില്ലേ ശരിക്കും അല്ലേ? അപ്പോൾ സമൃദ്ധ ശരിക്കും വരുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ട് ഒരുപാട് പച്ചപ്പുള്ള കടലും ഇപ്പോൾ കൊച്ചിയിലുണ്ട്, എന്നാലും അങ്ങനെ നല്ലൊരു വേറൊരു ഒരു ഭൂപ്രകൃതി എന്നുള്ള സ്ഥലത്ത് കണ്ണൂരിൽ നിന്ന് വന്നിട്ട് കൊച്ചിയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ട്രാൻസിഷൻ? ഇവിടെ വന്ന് ഞാൻ ഫസ്റ്റ് വരുന്നത് എറണാകുളത്തേക്ക് വരുന്നത് സെൻറ്റ് ട്രീസാസിൽ ജോയിൻ ചെയ്യാനാണ് ഹോസ്റ്റലിൽ. അപ്പം അതന്നെ വലിയ ട്രാൻസിഷനാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് ഞാൻ വീട് വിട്ട് ഇതുവരെ താമസിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു. എനിക്ക് ഒരു ഫസ്റ്റത്തെ ഒരു വീക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പതുക്കെ ഫ്രണ്ട്സൊക്കെ ആയപ്പോഴത്തേക്ക് പുറത്തൊക്കെ പോയി. ഞാൻ ഇന്ന് വരെ ഒരു ബസ്സിൽ പോലും യാത്ര ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. വീട്ടിലായിരുന്നപ്പോൾ കാറിൽ പോയി കാറിൽ വരുന്നൊരു ലൈഫായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടായിട്ട് പെട്ടെന്നൊരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു എറണാകുളത്തേക്കുള്ള താമസം. തീർച്ചയായിട്ടും പുറത്തൊക്കെ ഇറങ്ങി നടക്കാം, ഫ്രണ്ട്സിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകാം. അതൊക്കെ എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു. അതൊക്കെ എൻജോയ് ചെയ്തൊരു ലെവൽ എത്തിയപ്പോഴത്തേക്ക് സിനിമയിൽ വന്നു, പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷെ അങ്ങനെയാണെങ്കിലും ആ ഒരു കോൺഷ്യസ് ഡിസിഷൻ എടുക്കുമ്പോൾ, സിനിമയിലേക്ക് വരണം ഒരു കോൺഷ്യസ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അറിയായിരുന്നല്ലോ അല്ലേ, ഈ ഒരു സ്ഥലം മാറ്റം വേണ്ടി വരും, ഒരു അപ്രൂട്ടിങ് വേണ്ടി വരും, വിവിധ തരം ആൾക്കാരെ കാണേണ്ടി വരും, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരെ. എങ്ങനെയാ അത് ഉൾക്കൊണ്ട് പോകാനുള്ളൊരു യാത്ര എങ്ങനെയായിരുന്നു? ശരിക്കും ഞാൻ ഇവിടെ എറണാകുളത്ത് പഠിക്കാൻ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമയിലേക്ക് വന്നു. അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു എനിക്ക് ഹോസ്റ്റൽ ജീവിതം അധികം നാൾ പോവില്ല എന്ന്. അപ്പം തന്നെ ഞങ്ങളിവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങി, ശരിക്കും സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിവിടെ ഒരു ഫ്ലാറ്റൊക്കെ വാങ്ങി സെറ്റിൽ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമയിലേക്ക് എൻട്രി വരുന്നതും. വളരെ വിചാരിക്കാതെ 2-3 സിനിമകൾ ഒരുമിച്ച് ചെയ്യാനിട വന്നു. അതിനുശേഷം എറണാകുളത്തേക്ക് സെറ്റിൽ ചെയ്തു. ശരിക്കും ഒക്കെ ദൈവം മുമ്പേ പ്ലാൻ ചെയ്തിരിക്കുന്നത് പോലെ കുട്ടി ഇന്ന സമയത്ത് കൊച്ചിയിലോട്ട് വരണം, ഇന്ന സമയത്ത് അഭിനയിച്ച് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ മാതിരി വളരെ ഒന്നും വിചാരിക്കാതെയാണ് ഞാൻ ഇങ്ങനൊരു കണ്ണൂർ പോലെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും എനിക്ക് എപ്പോൾ ഫ്രീ ടൈം കിട്ടിയാലും തിരിച്ച് കണ്ണൂർ പോകാനാണ് ഇഷ്ടം. കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആദ്യം ഓർമ്മ വരുന്നുണ്ടോ? ആദ്യം വീടാണോ അതോ? എൻ്റെ വീടും എൻ്റെ വീടിൻ്റെ ചുറ്റുപാട് ഭയങ്കര ഗ്രീനാണ് അവിടെ. മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന സമയമാണ് അവിടെ. അപ്പം എനിക്ക് തോന്നുന്നു കണ്ണൂർ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ വീടും ചുറ്റുപാടും ഒക്കെയാണ് ഓർമ്മ വരിക. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു വേറൊരു ജീവിതമല്ലേ, തിരക്കിട്ടുള്ള വേറെ സെറ്റിലേക്കുള്ള ഒരു പാച്ചലിൽ ചില സമയത്ത് കഴിക്കില്ല ഇതൊന്നും വേണ്ടായിരുന്നു. ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് വേണ്ടായിരുന്നു, എനിക്ക് കണ്ണൂരിലെ പണ്ടത്തെ അമ്മുവായിട്ടിരുന്നാൽ മതി എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് പിന്നെ ഞാൻ തന്നെ ചിന്തിക്കും ഇങ്ങനെ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടാത്തതാണ്. ഇപ്പോൾ പക്ഷേ അറ്റ് പ്രസൻറ്റ് ഞാൻ സിനിമയെ മുമ്പ് കണ്ടിരുന്നതിനേക്കാളും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുന്നു. എനിക്കിപ്പം ഞാൻ ചെയ്യുന്ന പ്രൊഫഷനോട് ഒരുപാട് ഇഷ്ടമുണ്ട്. നല്ല നല്ല സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സമൃദ്ധയുടെ കരിയർ ഗ്രാഫ് സമൃദ്ധ വിചാരിച്ച ലെവലിൽ തന്നെയാണോ മേലോട്ടേക്ക് പോകുന്നത്, ഓർ ഇറ്റ് ഹാഡ് സം ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നോ? എൻ്റെ കരിയർ ഗ്രാഫ് വളരെ സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബിക്കോസ് ഈ രസികൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കുറച്ച് നാൾ എനിക്കൊരു പറയത്തക്ക ഒരു സക്സസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് സിനിമകൾ ആ ഇടയ്ക്ക് ചെയ്തെങ്കിലും ഒന്നും ഒരു എന്താ പറയുക വലിയ എനിക്ക് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല. രസികൻ കഴിഞ്ഞ് ഞാൻ ചെയ്ത മിക്ക സിനിമകളിലും എനിക്ക് ചെറിയ ചെറിയ ക്യാരക്ടർ റോൾസ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് കഴിഞ്ഞ വർഷമാണ് 2007 എനിക്ക് എൻ്റെ കരിയറിൽ ഒരു ഹിറ്റ് സിനിമ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായത് കഴിഞ്ഞ വർഷമാണ്. അതായത് ചോക്ലേറ്റും അറബിക്കഥയും ഹെലോവും ഒക്കെ എനിക്ക് കിട്ടിയത് കഴിഞ്ഞ വർഷമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കരിയർ ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ, ഒരു പ്രാവശ്യം തന്നെ കാണിച്ച കുറേ സമയം കാണിക്കണേ. അതെ, അപ്പം അങ്ങനെ വളരെ സ്ലോ ആയിട്ടുള്ളൊരു ഗ്രാഫാണ് എൻ്റെ. അപ്പം എനിക്ക് തോന്നുന്നു പതുക്കെ അങ്ങനെ സമൃദ്ധ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ദ പെർഫെക്റ്റ് ഹൈറ്റ്, നല്ല മുഖമാണ്, നല്ല മുടിയുണ്ട്, ഡാൻസ്, പാട്ട്, സോ ഒരു നടിക്ക് വേണ്ട എല്ലാ ആട്രിബ്യൂട്ട്സും സമൃദ്ധയിലുണ്ട്. എന്നിട്ടും ഈ കരിയർ ഗ്രാഫ് പൊങ്ങാൻ ഈ 4 കൊല്ലം വേണ്ടി വന്നില്ല ഒരു സ്റ്റെബിലൈസ് ആവാൻ? അതെ, മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം, വേണ്ടിയിരുന്നില്ല എന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു തോന്നലുണ്ടായിട്ടുള്ളത് ഈ ഒരു സമയത്താണ്. എന്നുവെച്ചാൽ ആൾക്കാർക്കൊക്കെ എന്നെ തിരിച്ചറിയും. എനിക്കൊന്ന് ഞാൻ പച്ചപ്പനന്തത്തിൽ എന്നുള്ള നോട്ടത്തിലെ പാട്ട് വന്നതിനോട് കൂടിയിട്ടാണ് കുറച്ച് പേർക്കെങ്കിലും ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത്. അപ്പം അതുവരയ്ക്കും ഇങ്ങനെ സിനിമകൾ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ എനിക്ക് എന്താ പറയുക ഒരു മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐഡൻറ്റിറ്റി തരുന്ന ഒരു സിനിമയിൽ എനിക്കൊന്ന് കുറേ നാളിന് ശേഷമാണ്. ആ സമയത്ത് വല്ലാത്തൊരു ഡിപ്രഷൻ ആയിരുന്നു. രസികൻ കഴിഞ്ഞ് ഞാൻ നായികയായിട്ട് മാത്രമേ സിനിമയിൽ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ വീട്ടിലിരുന്നേനെ, എനിക്ക് സിനിമ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അന്ന് രസികൻ കഴിഞ്ഞ് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് നല്ല നല്ല സിനിമകൾ ഇപ്പം പുലിജന്മത്തിലും നോട്ടത്തിലൊക്കെ ഞാൻ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്തതുകൊണ്ടാണ് എനിക്കിന്ന്
കുറച്ച് പറയത്തക്ക നല്ല സിനിമകൾ ഉണ്ടെന്ന് പറയാനുണ്ടായത്. ആദ്യത്തെ സിനിമ രസികന് അത്രയും സാമ്പത്തിക വിജയം നേടിയില്ലായിരുന്നു. ഇവിടെ ഒരു ഫിലിമിൽ ടിപ്പിക്കൽ ഒരു ഇതുണ്ടല്ലോ അൺലക്കി. അതൊക്കെ ആൾക്കാർ അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് എന്നോട് ഡയറക്റ്റ്ലി ആരും പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വേറെ ആൾക്കാർ ത്രൂ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യോ ആ കുട്ടീനെ കാസ്റ്റ് ചെയ്തേണ്ടാട്ടോ അത് അൺലക്കി ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേ ആൾക്കാർ തന്നെ ഇപ്പം കഴിഞ്ഞ വർഷം ഈ 3 ഹിറ്റ് സിനിമകളിൽ ഞാനൊന്ന് മുഖം കാണിച്ചതിന് ശേഷം പറയുണ്ടായി, ഓ മലയാള സിനിമയിൽ ഇപ്പോൾ ഒരു ഭാഗ്യ താരം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ റിലേറ്റീവ് ആണ്, എല്ലാം ലാസ്റ്റ് പടത്തിന്റെ ശരിക്കും. വെച്ചിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു വിശ്വാസം ഞാൻ കൊടുക്കുന്നില്ല.